നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ റംബൂട്ടാൻ കുറച്ച് വളം ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ റംബൂട്ടാൻ ഇപ്പോൾ നമ്മളുടെയൊക്കെ തളിരൊക്കെ ഇട്ട് എല്ലാം മൂത്തു തുടങ്ങി. അത്യാവശ്യം ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയറും കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ ഒക്ടോബർ 10-ാം തീയതിയാണ്. നമുക്ക് കുറച്ച് രാസവളം ഇട്ട് കൊടുക്കണം. NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അതാണ് NPK എന്ന് പറയുന്നത്. അതും ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പോളിഹാലൈറ്റ് ഉണ്ട്. അത് ഒരു ഇമ്പോർട്ടഡ് വളമാണ്, UK നിന്ന് വരുന്നതാണ്. അത്യാവശ്യം വിലയുള്ളതാണ്. ഈ ചെറിയൊരു പാക്കറ്റ്, ഇത്രയും സംഭവം ഒരു 15 കിലോ ഉണ്ട്. ഭയങ്കര വെയിറ്റാണ് അതിന്. അതുപോലെ NPK 18, 9, 18 ഇതാണത്. 18, 9, 18 അതായത് 18% നൈട്രജൻ, 9% ഫോസ്ഫറസിന്റെ അളവ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുള്ളൂ. ഇവിടെ ഇതാണ് നമ്മുടെ പോളിഹാലൈറ്റ്. 1000 മീറ്റർ താഴെ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നതാണ് ഈ സാധനം. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 25 കിലോന്റെ പാക്കറ്റ് വന്നിട്ട് 950 രൂപയാണ് റേറ്റ്. ഇതിപ്പോൾ ഞാൻ ഒരു 15 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ മരങ്ങളൊക്കെ നല്ല ബുഷായി നല്ല വലുതായിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. എല്ലാം നല്ല ഇലയൊക്കെ ശീലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ വളം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതായത് ജൈവവളം ചെയ്തു. നമ്മൾ കോഴിവളമാണ് ചെയ്തത്. കുറച്ച് ഉമ്മിച്ചാരം ഇട്ട് കൊടുത്തു. രാജ്ഫോസ് കുറച്ച് 1 കിലോത്തോളം രാജ്ഫോസ് ഇട്ട് കൊടുത്തു. NPK വന്നിട്ട് നമ്മൾ ഒരു 600 ഗ്രാമാണ്. ഇതൊരു 5 വർഷമായ മരമാണ്. 5 വർഷം കഴിഞ്ഞു, 6ാം വർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ NPK 600 ഗ്രാം, നമ്മൾ പോളിഹാലൈറ്റ് വന്നിട്ട് 300 ഗ്രാം. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ NPK ഇട്ടതിന് ശേഷം അത് ഇടുക. അതിന് ശേഷം നമുക്കൊന്ന് നനച്ചും കൊടുക്കണം. അപ്പോൾ അത് ചെടിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ കുറവാണ്. അപ്പോൾ മണ്ണിൽ ഇച്ചിരി ഈർപ്പം കുറവുണ്ട്. അപ്പോൾ അത് നനച്ചു കൊടുത്താലാണ് ശരിക്കും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് അത് ബാഷ്പീകരിച്ചു പോകും. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നനച്ചു കൊടുക്കണം. അപ്പോൾ ചെടികൾക്ക് നല്ല ഉഷാറായിട്ട് വരും. ഈ NPK വളങ്ങൾ അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോളമൈറ്റ് ഒരു 1/2 കിലോ അല്ലെങ്കിൽ ഒരു 600 ഗ്രാമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നവംബർ മാസം തന്നെ നമുക്ക് പൊട്ടാഷ് വളം, അതായത് നെക്സ്റ്റ് പൂക്കാനുള്ള സ്റ്റേജിലേക്ക് വരാനായിട്ട് പൊട്ടാഷ് വളങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ പോളിയർ സ്പ്രേ ചെയ്യാം. അതൊക്കെ പടിപടിയായിട്ട് നമുക്ക് ചെറിയ വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതൊന്ന് ജസ്റ്റ് കാണാം. നമ്മൾ ഈ തടത്തിൽ വിതറി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നനച്ചു കൊടുക്കുക. പുല്ലൊക്കെ ശരിക്കും നമ്മൾ അടിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഈ NPK ഇട്ട് കൊടുക്കുന്നത്. നിറയെ പുല്ല് വന്നിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം എല്ലാ മാസവും പുല്ലടിക്കേണ്ടവരാണ്. കാരണം ഈ മഴ ഇടയ്ക്കിങ്ങനെ പെയ്യുന്ന കാരണം പുല്ലങ്ങോട്ട് ഉണങ്ങി പോകുന്നില്ല. ലൈറ്റ് കെമിക്കൽ വളമല്ല, ശരിക്കും ഒരു ജൈവവളമാണ്. ഈ സാധനം ഖനനം ചെയ്തെടുക്കുന്ന ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള വളം. നമ്മളുടെ വേൾഡ് സ്റ്റാൻഡേർഡിൽ ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രത്യേക ചൂടൊന്നുമില്ല. നമ്മൾ ഇട്ട് കൊടുത്തു എന്ന് വെച്ച് നനയ്ക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ NPK ഇട്ടുകൊണ്ട് മാത്രമാണ് അത് നനച്ചു കൊടുക്കുന്നത്. ഇതിനങ്ങനെ ചൂട് വരുന്നില്ല, ചെടികൾക്ക് വേറെ ദോഷങ്ങളില്ല. ഇത് പതുക്കെയാണ് ഇതിന്റെ വളങ്ങൾ റിലീസാവുന്നത്. നമ്മളുടെ പോളിഹാലൈറ്റിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ഈ ചാക്കി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇത് ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാഷ്യം ഉണ്ട് 12%, അതുപോലെ വാട്ടർ സോളിബിൾ കാൽഷ്യം 15%, മഗ്നീഷ്യം ഒരു 5%, പിന്നെ സൾഫേറ്റ് സൾഫർ 17%, കാഡ്മിയം ഒരു 0.0025, പിന്നെ ആർസനിക് 0.01. അങ്ങനെയാണ് അതിൻ്റെ കണ്ടന്റ് അതിൽ നമ്മളുടെ ഈ വളത്തിൽ അടങ്ങിയിരിക്കുന്നത്. അത് കറക്റ്റാണ്. ഈ വളം ആകെ അവൈലബിൾ ഉള്ളത് UK മാത്രമാണ്. യോർക്ക്ഷയർ എന്ന് പറഞ്ഞ എന്തോ ഒരു ഏരിയയിലാണ് ഇത് കിട്ടുന്നത്. അത് അപ്പോൾ വേറൊരു രാജ്യത്ത് ഇതിൻ്റെ അവൈലബിലിറ്റി ഇല്ല. അവിടെ നിന്നാണ് ഖനനം ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. 5 വർഷത്തിന് മേളിലായുള്ള മരം. അപ്പോൾ അത് ജസ്റ്റ് മേളിൽ കൂടെ തൂയി കൊടുക്കാം. നമ്മളെന്തായാലും വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. അത് സ്ലോ റിലീസാണ് ഇതിൻ്റെ, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നല്ല എഫക്റ്റ് ആയിരിക്കും നമ്മളുടെ ചെടികൾക്ക്. നല്ല ആരോഗ്യവും അതുപോലെ പൂട്ട് വരാനും കായൊക്കെ ഉണ്ടാവാനൊക്കെ ഇത് നല്ലൊരു ഗുണം ചെയ്യുന്ന സംഭവമാണ്.
നമ്മൾ വളം ഇടണേക്ക് മുമ്പ് ഈ ചവറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പം ശരിക്കും ചവറുണ്ടെന്ന് വെച്ച് പ്രശ്നമില്ല, നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അത് ഓൾറെഡി മണ്ണിലേക്ക് ഇറങ്ങി ചെന്നോളും. ഞാൻ കുറേയൊക്കെ ചവറ് ക്ലീൻ ചെയ്തു, കുറേ മരങ്ങളുള്ള കാരണം കുറച്ചൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് ഇടാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.